ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഒരു സയൻസ് എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു കളർ ചേഞ്ച് എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യുന്നത്. അപ്പം സിട്രിക് ആസിഡും ബേക്കിംഗ് സോഡയും അതേപോലെ സാധാരണ നമ്മളെ ടെർമറിക് പൗഡറും അതേപോലെ തന്നെ വാട്ടറും മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ ആദ്യം തന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ടത് വാട്ടറാണ്, നോർമൽ വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു കപ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഗ്ലാസ് ആയാലും മതി. അപ്പം പുറത്തേക്ക് കാണുന്ന വിധത്തിലായിരിക്കണം, അല്ലെങ്കിൽ ബീക്കറോ ഏത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 25 ml ഇതുപോലെ ടെർമറിക് പൗഡർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വെള്ളത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയും കൂട്ടാനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു സിട്രിക് ആസിഡും അതേപോലെ ബേക്കിംഗ് സോഡയുടെ അളവ് കൂട്ടേണ്ടി വരും. അപ്പോൾ എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും നിങ്ങൾക്ക് അതിനനുസരിച്ച് അളവ് എടുക്കണം. ഞാൻ ഇവിടെ 25 ml ആണ് എടുത്തത്. അപ്പോൾ അതേപോലെ ആ ഒരു കപ്പ്, ചെറിയൊരു കപ്പ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ ഗ്ലാസ്സൊക്കെ ആണെങ്കിൽ ആ ഒരു ടെർമറിക് പൗഡറൊക്കെ നിങ്ങൾക്ക് കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിലേക്ക് നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ബേക്കിംഗ് സോഡയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ബേക്കിംഗ് സോഡ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു സ്പൂൺ ഇട്ട സമയത്ത് നമുക്ക് ഈ ഒരു യെല്ലോ കളർ ഉള്ളത് നമുക്ക് ചെറിയൊരു ബ്രൗൺ കളറിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് കാണാം. അപ്പോൾ റെഡ് അല്ല, അപ്പോൾ അതിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഈ ഒരു കളർ, കാരണം ഇതിലേക്ക് അലിഞ്ഞ് ചേരുന്ന സമയത്തുള്ള ആ ടൈമിൽ കളറിന് കുറച്ച് കൂടുതൽ സമയം വെച്ച സമയത്ത് ഈ ഒരു കളർ നമുക്ക് ഡാർക്കിൽ നിന്ന് റെഡിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഏകദേശം ബ്രൗൺ കളർ യെല്ലോ കളറിൽ നിന്ന് നമ്മൾ 25ഉം 50 ml എടുത്തിട്ടുണ്ട്. ഈ 50 ml ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ലൊരു കളറായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു 2 ഇടുന്ന സമയത്ത് നമ്മൾ അടുത്തത് യെല്ലോ കളറാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ യെല്ലോ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ക്വാളിറ്റിയിൽ അധികം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ തിരിച്ചും ആ കളറിലേക്ക് എത്താൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു സ്പൂൺ ഇടുകയാണെങ്കിൽ ആ ഒരു സ്പൂൺ മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് ടൈം ഇവിടെ വെച്ച സമയത്താണ് ഈ ഒരു കളർ ചേഞ്ച് ആയിട്ട്, കുറേ നേരം വെച്ചത് കൊണ്ട് ഈ ഒരു കളർ ഭയങ്കരമായിട്ട് ഡാർക്കായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിനെ വീണ്ടും നമ്മൾ യെല്ലോ കളറായിട്ട് ചേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് സിട്രിക് ആസിഡാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ബേക്കിംഗ് സോഡയും സിട്രിക് ആസിഡും തമ്മിൽ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതായത് നമ്മുടെ നേരത്തെ ടെർമറിക് പൗഡറിലേക്ക് നമ്മൾ ഇട്ട സമയത്ത് ഒരു കളർ ചേഞ്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു എന്താ പറയുക, നമ്മുടെ ഒരു കറ പോകുന്ന വിധത്തിലുള്ള ഇതിലേക്ക് വരുന്ന ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്. അവിടെ കറ പോകാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ബേക്കിംഗ് സോഡയും സിട്രിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ച സമയത്ത് ഇവിടെ ഒരു റിയാക്ഷൻ ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കളറ് യെല്ലോ ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പം ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനലൊക്കെ സബ്സ്ക്രൈബ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ നല്ല വീഡിയോസ് കാണാം. ഓക്കെ, ബൈ.